നമസ്കാരം, എല്ലാവർക്കും മാസ്റ്റർ മൈൻഡിൻ്റെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണ്, നമുക്ക് 4 മാർക്ക് തരുന്ന, അതായത് എന്താണ് ഈ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഇന്ത്യൻ പീനൽ കോഡ് 1260 അല്ലെങ്കിൽ IPC 1260 നിന്നാണ്. ഇതിൽ നിന്ന് 4 മാർക്ക് നമുക്ക് ലഭിക്കും. ഇവിടെ എന്താണ് നമ്മൾ പഠിക്കാനായിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് സെക്ഷനുകൾ പഠിക്കാനായിട്ടുണ്ട്. ഏകദേശം 95-96 സെക്ഷനുകൾ എന്ത് ചെയ്യാനായിട്ടുണ്ട്? ഈ പറയുന്ന ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. സെക്ഷനുകൾ മാത്രമല്ല, അതിൽ ചില സെക്ഷനുകൾ വരുന്ന സമയത്ത് അതിൻ്റെ ശിക്ഷ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ആ സെക്ഷൻ്റെ ഇമ്പോർട്ടൻസ്, എന്തിനാണ് ആ സെക്ഷൻ എന്നുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യാനുള്ളത് ഈ ഒരു ഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ടത്. നമുക്കത് പഠിച്ചാൽ മതി. ഈ ഒരു ഭാഗത്ത് നിന്നാണ് എന്ത് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം എന്താവും, നിങ്ങൾക്ക് ഈ പറയുന്ന ഇന്ത്യൻ പീനൽ കോഡ് എന്നുള്ള 4 മാർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നിങ്ങൾക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. കാരണം പഠിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആണ്. കാരണം കുറ്റങ്ങളും അതിന് ലഭിക്കുന്ന ശിക്ഷകളുമാണ് ഇവിടെ പറയുന്നത്, ഈ പറയുന്ന ഇന്ത്യൻ പീനൽ കോഡിൽ പറയുന്നത്. അപ്പോൾ അതിന് മുൻപ് തന്നെ ഞാൻ ജസ്റ്റ് നമ്മുടെ CP എക്സാമിനെ കുറിച്ച് നമുക്കൊരു ഔട്ട്ലൈൻ നോക്കാം. അതായത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു CP എക്സാം എഴുതുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അതായത് എങ്ങനെയാണ് CP എക്സാം നടക്കുന്നത്? സാധാരണ എക്സാം ആണെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എക്സാം എഴുതുന്നു, ഓക്കെ, നമുക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ കട്ട് ഓഫിനകത്ത് വരും, നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വരും. എന്നിട്ട് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് എന്താണ് നമുക്ക് ആ ജോലി ലഭിക്കുമല്ലേ. പക്ഷേ ഫോഴ്സ് പോലെയുള്ള എക്സാം വരുമ്പോൾ അല്ലെങ്കിൽ യൂണിഫോം പോസ്റ്റ് വരുന്ന സമയത്ത് എന്താണ്, അവിടെ നമുക്ക് 1-2 കടമ്പകൾ എന്തുണ്ട്, കൂടുതലായിട്ട് നമുക്കുണ്ട് കേട്ടോ. അതായത് എന്ത് ചെയ്യണം, ആദ്യത്തെ ഘട്ടം സെയിം ആണ്, നമ്മൾ എന്താണ് സിലബസ് അനുസരിച്ച് നമ്മൾ പഠിക്കുന്നു. എന്നിട്ട് അതിൻ്റെ അനുസരിച്ച് എന്താണ് നമ്മൾ എന്താണ് ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റിൽ വരുന്നു, നേരിട്ട് റാങ്ക് ലിസ്റ്റിലല്ല. നമ്മൾ ഇത് പാസ്സായി കഴിഞ്ഞാൽ എന്തിനാണ് നമ്മൾ എക്സാം എഴുതി കട്ട് ഓഫിനകത്ത് വന്നാൽ നമ്മൾ വരുന്നത് എന്തിൻ്റെ അകത്താണ്, നമ്മൾ ഷോർട്ട് ലിസ്റ്റിനകത്താണ് വരുന്നത്. ഒരു ബൾക്കായിട്ടൊരു ലിസ്റ്റ് ആയിരിക്കും, വലിയൊരു ലിസ്റ്റ് ആയിരിക്കും. ഓക്കെ, എന്നിട്ട് ഈ ലിസ്റ്റിൻ്റെ അകത്ത് നിന്ന് ഈ ലിസ്റ്റിനകത്തുള്ളവർ എന്തിനു വിളിക്കും, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനായിട്ട് വിളിക്കും കേട്ടോ. ഫിസിക്കൽ ടെസ്റ്റിനായിട്ട് വിളിക്കും. ഓക്കെ, ഈ ഷോർട്ട് ലിസ്റ്റ് ജയിച്ചാൽ എന്താണ് അടുത്ത കടമ്പ ഫിസിക്കൽ ടെസ്റ്റാണ്. ഓക്കെ, ഈ ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗേൾസിനും അതായത് വിമൻസിനും മെൻസിനും സെപ്പറേറ്റ് ആണ്. പല അതായത് ഐറ്റംസ് ഡിഫറൻ്റ് ആണ്. അതായത് മെൻസിൻ്റെ കേസ് വരുമ്പോൾ എങ്ങനെയാണ്, രണ്ടുപേർക്ക് 8 ഐറ്റം തന്നെയാണ്. മെൻസിന് എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ മെൻസിന് 100 മീറ്റർ ഓട്ടം, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ഷോർട്ട് പുട്ട്, ബോൾ ത്രോ, ചിന്നിങ്, അതുപോലെ തന്നെ റോപ്പ് ക്ലൈമ്പിങ്, പിന്നെ 1500 മീറ്റർ. ഇതാണ് എന്ത് ബോയ്സിൻ്റെ ഐറ്റംസ് വരുന്നത്. ഈ 8 ഐറ്റം എന്ത് ചെയ്യണ്ട, പാസ്സാവണ്ട. എന്ത് ചെയ്താൽ മതി, 5 ഐറ്റം പാസ് ചെയ്താൽ മതി. ഇതിന് മുൻപ് എന്തുണ്ട്, ബോഡി മെഷർമെൻ്റ് ഉണ്ട്. ഓക്കെ, ഇത് പാസ്സായി കഴിഞ്ഞാൽ ഈ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് ഇടുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ആ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന മെഡിക്കലുണ്ട്. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, 1 വർഷത്തെ ട്രെയിനിങ് പീരീഡ്, അതായത് 10 മാസം, കറക്റ്റ് 10 മാസത്തെ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാനാവും. അപ്പോൾ ഇത്രയും കടമ്പകൾ കടന്നാലാണ് എന്താവുന്നത്, നമുക്ക് ഈ പറയുന്ന CPO എന്ന് പറയുന്ന ഒരു ജോലി എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, നമുക്ക് നേടുവാനായിട്ട് കഴിയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിൽ നമുക്ക് അങ്ങോട്ട് എത്താനുള്ള, അതായത് ഈ പറയുന്ന CP എക്സാമിലേക്ക് എത്താനുള്ള നമ്മുടെ മാർഗം ഈസി ആക്കുന്ന സ്പെഷ്യൽ ടോപ്പിക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്ന ഭാഗം, അതായത് ഇന്നത്തെ ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് GK പോർഷൻ പറഞ്ഞുതരാം. കുറച്ച് ബേസിക് ഫാക്റ്റ് ആണ്. അതായത് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് നമ്മുടെ PSC ചോദിക്കുന്നതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ കേട്ടോ. കുറച്ച് ചോദ്യങ്ങളാണ് എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, ഞാൻ നിങ്ങളോടൊന്ന് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗം തന്നെയാണ്, GK പോർഷൻ തന്നെയാണ്, പഠിക്കാൻ എളുപ്പമാണ്, റിസ്ക് ഒന്നുമില്ല. പക്ഷെ എന്ത് ചെയ്യണം, നമ്മളിത് അറിഞ്ഞിരിക്കണം. എന്താണ് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം ഇതാണ്, തിരുവിതാംകൂറിലെ ആദ്യത്തെ പോലീസ് സേനയുടെ പേര്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്, എന്താണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ പോലീസ് സേനയുടെ പേര് എന്താണ്? കാവൽ എന്നാണ് കേട്ടോ. കാവൽ. തിരുവിതാംകൂറിലെ ആദ്യത്തെ പോലീസ് സേനയുടെ പേര് എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ്, അത് കാവൽ എന്നാണ്. അതായത് തിരുവിതാംകൂറിൽ അതിന് മുൻപ് പോലീസ് സേന ഇല്ലെന്നല്ല, അതായത് നമ്മുടെ മാർത്താണ്ഡവർമ്മയുടെ കാലത്തൊക്കെ എന്താണ് പോലീസ് സേനകൾ രൂപീകരിച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ബോഡി ഗാർഡ് എന്നോണം എന്താണ് 4 അംഗ 5 അംഗ ചെറിയ രീതിയിലുള്ള സേനാ വിഭാഗത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം രൂപീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അവിടുത്തെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന രീതിയിൽ ആദ്യമായിട്ട് നിലയിൽ വരുന്ന സേന ഏതാണെന്ന് വെച്ചാൽ ഏതാണ്, അത് ഈ പറയുന്ന കാവൽ എന്ന് പറയുന്ന പോലീസ് സേനയാണ്. ഓക്കെ, ഈ കാവൽ എന്ന് പറയുന്ന പോലീസ് സേന രൂപം കൊള്ളുന്നത് എന്നാണ്, അത് 1809. ഓക്കെ, കാവൽ എന്ന് പറയുന്ന പോലീസ് സേന എന്നാണ് രൂപം കൊള്ളുന്നത്, അത് 1809. നമ്മൾ ജസ്റ്റ് ചരിത്രത്തിലേക്ക് പോകുന്ന സമയത്ത് ഈ വർഷത്തിൽ തിരുവിതാംകൂറുമായിട്ട് എന്താണ് പ്രാധാന്യം ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് ഈ കാവൽ എന്ന് പറയുന്ന പോലീസ് സേനയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലേ.
1809 ജനുവരി മാസം 11-ാം തീയതി. എന്താണ് പ്രത്യേകത? കുണ്ടറ വിളംബരം നമ്മൾ പഠിക്കാറുള്ള കാര്യമാണല്ലേ. ഓക്കെ, ആരുമായിട്ട് ബന്ധപ്പെട്ട്? ഈ പറയുന്ന വേലുത്തമ്പി ദളവയുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പോൾ അദ്ദേഹം തിരുവിതാംകൂർ ഗവൺമെന്റിനെതിരെ അദ്ദേഹം സംഘടിപ്പിക്കുന്ന ലഹളയാണ് ഏത്? ഈ പറയുന്ന കുണ്ടറ വിളംബരവും അതുമായിട്ട് തുടർന്നുണ്ടാവുന്ന കൊല്ലം യുദ്ധമൊക്കെ എന്താണ്? ഈ പറയുന്ന വേലുത്തമ്പി ദളവ ഈ പറയുന്ന തിരുവിതാംകൂർക്കെതിരെ നടത്തുന്ന കലാപങ്ങളാണ്. അപ്പോൾ നമുക്കത് അറിയാന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് ദിവാൻ, അതായത് ഈ പറയുന്ന വേലുത്തമ്പി ദിവാൻ സ്ഥാനത്ത് നിന്ന് മാറി അതിനുശേഷം ദിവാൻ പദവിയിലേക്ക് വന്ന വ്യക്തിയാണ് ആര്? ഉമ്മിണിത്തമ്പി. അപ്പോൾ അവിടുത്തെ ആഭ്യന്തര കാര്യങ്ങൾ ക്രമീകരിച്ച് ഈ കലാപങ്ങളൊക്കെ അടിച്ചമർത്താൻ വേണ്ടി ആര്? ഈ പറയുന്ന ഉമ്മിണിത്തമ്പി 1809 എന്താണ് നേതൃത്വം നൽകിയ സേന അല്ലെങ്കിൽ നേതൃത്വം നൽകിയ പോലീസ് വിഭാഗമാണ് ഏതെന്നറിയപ്പെടുന്നത്? ഈ പറയുന്ന കാവൽ എന്ന് പറയുന്ന പോലീസ് വിഭാഗം. അപ്പോൾ അവിടെ 3 ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു. തിരുവിതാംകൂറിലെ ആദ്യത്തെ പോലീസ് സേനയുടെ പേര് എന്താണ്? അത് കാവലെന്നാണ്. ഏത് വർഷമാണ് അത് രൂപീകരിച്ചതെന്ന് വെച്ചാൽ 1809. ഏത് വർഷമാണ്? 1809. രൂപീകരിച്ച ദിവാൻ ആരെന്ന് വെച്ചാൽ ആരാണ്? അത് ദിവാൻ ഉമ്മിണിത്തമ്പിയാണ്. ആരാണ്? ദിവാൻ ഉമ്മിണിത്തമ്പിയാണ്. ഓക്കെ, എന്നാൽ അവിടെ മറ്റൊരു ചോദ്യം വരും. തിരുവിതാംകൂർ പോലീസിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ ഉമ്മിണിത്തമ്പിയല്ല ഉത്തരം. കാവൽ എന്ന് പറയുന്ന പോലീസ് സേനയ്ക്ക് രൂപം നൽകിയ വ്യക്തിയാണ് അദ്ദേഹം. കാരണം എന്താണ്? ഈ കാവൽ എന്ന് പറയുന്ന പോലീസ് സേന കൃത്യമായിട്ട് ഒരു അച്ചടക്കത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇതേപോലെ ട്രെയിനിങ് നൽകിയോ രൂപീകരിച്ച ഒരു വിഭാഗമല്ല. ജസ്റ്റ് കാഷ്വലായിട്ട് കുറച്ച് ആൾക്കാരെ തിരഞ്ഞെടുത്ത് ഈ പറയുന്ന സേനയിൽ ഒരു 200ഓളം പേരെ വിന്യസിച്ചൊരു സേനയായിരുന്നു ഏതെന്നറിയപ്പെടുന്നത്? ഈ പറയുന്ന കാവൽ എന്നറിയപ്പെടുന്നത്. എന്നാൽ തിരുവിതാംകൂറിൽ അത്തരത്തിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് രൂപീകരിക്കുന്ന വ്യക്തി ആരെന്ന് വെച്ചാൽ ആരാണ്? അത് ഒളിവർ ബെൻസ്ലി എന്ന് പറയുന്ന വ്യക്തിയാണ്. ആരാണ്? ഒളിവർ ബെൻസ്ലി കേട്ടോ. ഒളിവർ ബെൻസ്ലി എന്ന് പറയുന്ന വ്യക്തിയാണ് തിരുവിതാംകൂറിൽ അത്തരത്തിലൊരു പോലീസ് വിഭാഗത്തിന് എന്ത് ചെയ്യുന്നത്? നേതൃത്വം നൽകുന്നത്. അപ്പോൾ അങ്ങനെ പഠിച്ചോണം തിരുവിതാംകൂർ പോലീസ് സേനയുടെ പിതാവ് ആരാണ് എന്നൊരു ചോദ്യം വന്നാൽ വ്യക്തി ആരാണ്? അത് ഒളിവർ ബെൻസ്ലി. ആരാണ്? ഒളിവർ ബെൻസ്ലി കേട്ടോ. ഒളിവർ ബെൻസ്ലി എന്ന് പറയുന്ന വ്യക്തിയാണ്. ഓക്കെ, അടുത്ത് ചോദിക്കട്ടെ. കേരള പോലീസ് നിയമം ആദ്യമായി നിലയിൽ വന്നത് അല്ലെങ്കിൽ കേരള പോലീസ് ആക്ട് ആദ്യമായിട്ട് നിലയിൽ വന്നത് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൽ പഠിക്കാനായിട്ടുണ്ട്. കേരള പോലീസ് ആക്ട് എന്ന് 2011 അല്ലേ? നമുക്ക് പഠിക്കാനുള്ള പോലീസ് ആക്ട് ഏതാണ്? കേരള പോലീസ് ആക്ട് 2011. നിലവിൽ നമ്മുടെ പോലീസ് സേന എന്താണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് അല്ലെങ്കിൽ ഏത് നിയമത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ 2011 എന്താണ്? കേരള പോലീസ് ആക്ട് ആണ്. നമുക്ക് പഠിക്കാനുള്ളത് ആ പോലീസ് ആക്ട് ആണ്. എന്നാൽ കേരളത്തിൽ ആദ്യമായിട്ട് നമ്മുടെ എന്താണ് കേരളം രൂപീകരിച്ചതിന് ശേഷം ആദ്യമായിട്ട് ഒരു എന്താണ് പോലീസ് ആക്ട് നിലയിൽ വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് 1960 കേട്ടോ. അപ്പോൾ എന്താണ് കേരളത്തിൽ ആദ്യമായിട്ട് എന്താണ് ഒരു പോലീസ് ആക്ട് നിലയിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ്? അത് 1960 1960. അപ്പോൾ ഇത്രയും പറഞ്ഞ പോയിന്റ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എന്താണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ പോലീസ് സേനയുടെ പേര് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? അത് കാവലെന്നാണ്. ഓക്കെ, രൂപം കൊണ്ടത് ഈ കാവൽ എന്ന് പറയുന്ന പോലീസ് സേന രൂപം കൊണ്ടത് എന്നാണ് എന്ന് ചോദിച്ചാൽ എന്നാണ്? അത് 1809. ഓക്കെ, ഈ തിരുവിതാംകൂർ പോലീസ് സേന ആയിരിക്കുന്ന കാവല് രൂപീകരിച്ച ദിവാൻ ആരെന്ന് വെച്ചാൽ ആരാണ്? അത് ദിവാൻ ഉമ്മിണിത്തമ്പിയാണ്. ആരാണ്? ദിവാൻ ഉമ്മിണിത്തമ്പിയാണ്. അടുത്ത് തിരുവിതാംകൂർ പോലീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരെന്ന് വെച്ചാൽ ആരാണ്? അത് ഒളിവർ ബെൻസ്ലി. ആരാണ്? അത് ഒളിവർ ബെൻസ്ലി എന്ന് പറയുന്ന വ്യക്തിയാണ്. അടുത്ത് കേരള പോലീസ് നിയമം, കേരളത്തിലൊരു പോലീസ് നിയമം അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു കേരള പോലീസ് ആക്ട് കേരളത്തിൽ നിലയിൽ വരുന്ന വർഷം ചോദിച്ചാൽ എന്നാണ്? അത് 1960 എന്നാണ്. അത് 1960 കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ബേസിക് ഫാക്ട് നമുക്ക് നോക്കാം. നോക്കിക്കോ. ഓക്കെ, കേരള പോലീസ് ഏത് വകുപ്പിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഏത് വകുപ്പിന് കീഴിലാണ്? അത് ആഭ്യന്തര വകുപ്പാണ് കേട്ടോ. എന്താണ്? ആഭ്യന്തര വകുപ്പ്. നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലേ. കേരള പോലീസ് ഏത് വകുപ്പിന് കീഴിലാണെന്ന് വെച്ചാൽ ആഭ്യന്തര വകുപ്പിന് കീഴിലാണ്. നിലവിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? നമ്മുടെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയനാണ് എന്ത് ചെയ്യുന്നത്? നിലവിൽ ഈ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഓർത്തുകൊള്ളുക, കേരള പോലീസ് ആക്ട് ഏത് വകുപ്പിന് കീഴിലാണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ ആഭ്യന്തര കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഏതാണോ ആ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയുടെ കീഴിലാണ് ഏതും വരുന്നത്? ഈ പറയുന്ന പോലീസ് വിഭാഗം വരുന്നതെന്ന് ഓർത്തുകൊള്ളുക. ഓക്കെ, അടുത്ത് കേരള പോലീസിന്റെ ആപ്തവാക്യം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. കേരള പോലീസിന് എന്തുണ്ട്? ഒരു ആപ്തവാക്യമുണ്ട്. ഓക്കെ, നിങ്ങൾ ഈ ഇടയ്ക്ക് ഇറങ്ങിയ ഒരു സിനിമയുണ്ട്. ഏതാണ്? കണ്ണൂർ സ്ക്വാഡ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അപ്പോൾ ഈ ആപ്തവാക്യം വെച്ചിട്ട് എന്താണ് ആ സിനിമയിൽ ഒരു പാട്ടൊക്കെ ഉണ്ട്. എന്താണ് ആപ്തവാക്യം? മൃദുഭാവേ ദൃഢകൃത്യേ. എന്താണ്? മൃദുഭാവേ ദൃഢകൃത്യേ. ഓക്കെ, അപ്പൊ കേരള പോലീസിന്റെ ആപ്തവാക്യമാണ് എന്ത്? മൃദുഭാവേ ദൃഢകൃത്യേ. എന്താണ്? മൃദുഭാവേ ദൃഢകൃത്യേ. ഓക്കെ, അടുത്ത് കേരള പോലീസിന്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? തിരുവനന്തപുരത്താണ്. ഓക്കെ, കേരള പോലീസിന്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു ചോദിച്ചാൽ തിരുവനന്തപുരത്താണ് കേട്ടോ. കേരള പോലീസിന്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു?
തിരുവനന്തപുരത്താണ് കേരള പോലീസിൻ്റെ ആസ്ഥാനം, ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് കേരള പോലീസിൻ്റെ മേധാവി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? കേരള പോലീസിൻ്റെ മേധാവി എന്നറിയപ്പെടുന്ന ആ റാങ്ക് ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? അത് DGP എന്ന് പഠിച്ചുകൊള്ളണം. ആരാണ്? DGP. DGPയുടെ പൂർണ്ണരൂപം എന്താണ്? ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്. ഒരു ബേസിക് ഒരു PSC സ്റ്റുഡൻ്റ് എന്ന നിലയിൽ നമ്മൾ അത് പഠിച്ചാൽ മതി. പക്ഷെ എന്താണ്, ഒരു CPOക്ക് വേണ്ടി പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ നമ്മൾ അങ്ങനെ പഠിച്ചാൽ പോലെ എങ്ങനെ പഠിക്കണം? എന്ത് DGP ആണ്? സ്റ്റേറ്റ് DGP അല്ലെങ്കിൽ സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്ന് പഠിച്ചോളണം കേട്ടോ. അപ്പോൾ കേരള പോലീസിൻ്റെ മേധാവി ആരെന്ന് വെച്ചാൽ ആരാണ്? അത് സ്റ്റേറ്റ് DGP അല്ലെങ്കിൽ സ്റ്റേറ്റ് പോലീസ് ചീഫാണ്. ആരാണ്? സ്റ്റേറ്റ് പോലീസ് ചീഫ്. ഓക്കെ, DGP എന്ന് പറയുമ്പോൾ പല പല ഡിപ്പാർട്ട്മെൻറ്റിന് പല പല DGPമാരുണ്ട്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ജയിൽ വകുപ്പിന് ഒരു DGP ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേധാവിയായിട്ടൊരു DGP ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ DGPമാർ ഒരുപാട് DGPമാർ കേരളത്തിലുണ്ട്. പക്ഷേ നമ്മുടെ കേരള പോലീസിൻ്റെ മേധാവി എന്ന് പറയുന്ന പോസ്റ്റിൽ ഒരാളേ ഉള്ളൂ. അത് ആരാണ്? അത് ഈ പറയുന്ന സ്റ്റേറ്റ് DGP അല്ലെങ്കിൽ സ്റ്റേറ്റ് പോലീസ് ചീഫ് ആണ് എന്ന് ഓർത്തോളണം. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് മൈൻഡിൽ വേണം. കാരണം എന്താണ്, ഇനി അങ്ങോട്ട് കേരള പോലീസ് ആക്ട് പഠിക്കുന്ന സമയത്ത് കേരള പോലീസിൻ്റെ ഘടനയെക്കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താണ് ഈ ഒരു പോയിന്റ് വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ കാര്യം മൈൻഡിൽ വേണം. ഓക്കെ, നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ DGP ആരാണ്? അടുത്ത ചോദ്യം, നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ DGP ആരെന്ന് വെച്ചാൽ അത് അനന്തശങ്കര അയ്യറാണ്. ആരാണ്? അനന്തശങ്കര അയ്യറാണ് എന്ത് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ DGP. ഓക്കെ, നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ DGP. ഓക്കെ, നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ DGP ആരെന്ന് വെച്ചാൽ ആരാണ്? അത് അനന്തശങ്കര അയ്യർ. നിങ്ങളുടെ പലരുടെ മനസ്സിൽ മറ്റൊരു പേര് വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ആ പൊസിഷൻ ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ കേരളത്തിൽ ആദ്യത്തെ DGP ആരെന്ന് വെച്ചാൽ ആരാണ്? അത് അനന്തശങ്കര അയ്യറാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നിലവിലെ DGP അല്ലെങ്കിൽ നിലവിലെ സ്റ്റേറ്റ് പോലീസ് ചീഫ് ആരാണ്? അത് ഷേഖ് ദർവേഷ് സാഹിബാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, എങ്ങനെ വേണോ ചോദിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് കേരളത്തിലെ നിലവിലെ DGP ആരെന്ന് വെച്ചാൽ ആരാണ്? അത് ഷേഖ് ദർവേഷ് സാഹിബ്. ആരാണ്? ഷേഖ് ദർവേഷ് സാഹിബ്. അപ്പോൾ ആദ്യത്തെ DGP ആരാണ്? അത് അനന്തശങ്കർ അയ്യർ ആണെങ്കിൽ നിലവിലെ DGP ആരെന്ന് വെച്ചാൽ ആരാണ്? അത് ഷേഖ് ദർവേഷ് സാഹിബ്. ആരാണ്? ഷേഖ് ദർവേഷ് സാഹിബ്. ഓക്കെ, ഇത്രയും പറഞ്ഞ പോയിന്റ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, കേരള പോലീസ് ഏത് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ ആഭ്യന്തര വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നു. ഓക്കെ, കേരള പോലീസിന്റെ ആപ്തവാക്യം ചോദിച്ചാൽ മൃദുഭാവേ ദൃഢകൃത്യം. എന്താണ് മൃദുഭാവേ ദൃഢകൃത്യം? ഓക്കെ, കേരള പോലീസിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. കേരള പോലീസിന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഓക്കെ, അടുത്ത് കേരള പോലീസ് മേധാവി ആരാണ്? സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്ന് പഠിച്ചോണം. ആരാണ്? സ്റ്റേറ്റ് പോലീസ് ചീഫ് അല്ലെങ്കിൽ സ്റ്റേറ്റ് DGP എന്ന് പഠിച്ചോണം. ഓക്കെ, അടുത്ത് കേരളത്തിലെ ആദ്യത്തെ DGP ആരാണ്? അത് അനന്തശങ്കര അയ്യറാണ്. ആരാണ്? അനന്തശങ്കര അയ്യറാണ്. എന്നാൽ കേരളത്തിൽ നിലവിലുള്ള DGP ആരാണ്? അത് ഷേഖ് ദർവേഷ് സാഹിബാണ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോകാം. ഓക്കെ, അടുത്തത് ഇമ്പോർട്ടൻ്റ്, ഒരുപാട് തവണ PSC റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ആദ്യത്തെ കേരള വനിതാ DGP ആര്? ഓക്കെ, ആദ്യത്തെ കേരള വനിതാ DGP അല്ലെങ്കിൽ അവിടെ മറ്റൊരു ചോദ്യം കൂടെ ഉണ്ട്. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസർ. ഓക്കെ, രണ്ട് ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരവാണ്. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ വനിതാ DGP എന്ന് ചോദിച്ചാലും കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസർ, ആ ഒരു പോയിന്റ് കൂടെ ഓർത്തുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസർ ആരെന്ന് വെച്ചാലും ആര് തന്നെയാണ് ഉത്തരം? അത് R ശ്രീലേഖയാണ്. ഓക്കെ, R ശ്രീലേഖയാണ് ഉത്തരം. ഓക്കെ, പോയിന്റ് എന്തായിരുന്നു? ഓക്കെ, ആദ്യ കേരള വനിതാ DGP. എന്താണ് ആദ്യ കേരള വനിതാ DGP എന്ന് ചോദിച്ചാലും കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസർ ആരെന്ന് ചോദിച്ചാലും ആരാണ് ഉത്തരം? അത് R ശ്രീലേഖയാണ്. ആരാണ്? R ശ്രീലേഖയാണ് അതിന് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ രണ്ടാമത്തെ വനിതാ DGP ആരാണ്? അത് B സന്ധ്യ. ഓക്കെ, ആദ്യത്തെ ആള് R ശ്രീലേഖയാണെങ്കിൽ രണ്ടാമത്തെ ആളാരാണ്? അത് B സന്ധ്യ. രണ്ടാമത്തെ ആളാരാണ്? അത് B സന്ധ്യയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആദ്യത്തെ DGPയുടെ പേര് ഞാൻ പറഞ്ഞ സമയത്ത് നിങ്ങളുടെ പലരുടെ മനസ്സിൽ എന്താണ് മറ്റൊരു പേര് വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് അതിനൊരു ഉത്തരം. കേരളത്തിലെ ആദ്യത്തെ IG അല്ലെങ്കിൽ ആദ്യത്തെ ഇൻസ്പെക്ടർ ജനറൽ. എന്താണ് കേരളത്തിലെ ആദ്യത്തെ IG അല്ലെങ്കിൽ ആദ്യത്തെ ഇൻസ്പെക്ടർ ജനറൽ ആരെന്ന് വെച്ചാൽ ആരാണ് അതിനുള്ള ഉത്തരം? അത് N ചന്ദ്രശേഖരൻ നായർ. ആരാണ്?
എൻ ചന്ദ്രശേഖരൻ നായർ. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ IG ആരെന്ന് വെച്ചാൽ ആരാണ്? അത് ചന്ദ്രശേഖരൻ നായരാണ്. ആരാണ്? ചന്ദ്രശേഖരൻ നായർ. നമുക്ക് ഈ പേര് പരിചിതമാണ്. നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള എന്താണ് ഈ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം അല്ലേ, അത് ഇദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ടാണ് എന്ത് ആ സ്റ്റേഡിയത്തിന് ഇദ്ദേഹത്തിൻ്റെ പേര് നൽകിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് സുപരിചിതമായിരിക്കുന്ന ഒരു പേരാണ്. അപ്പോൾ എന്താണ് കേരളത്തിലെ ആദ്യത്തെ IG ചോദിച്ചാൽ ആരാണ്? അത് എൻ ചന്ദ്രശേഖരൻ നായരാണ്. ആരാണ്? എൻ ചന്ദ്രശേഖർ നായരാണ്. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് ഓർമ്മയിൽ വേണേ. ഓക്കെ, അടുത്ത പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് കേരളത്തിലെ പോലീസ് ജില്ലകളുടെ എണ്ണം? ഓക്കെ, കേരളത്തിലെ ജില്ലകൾ എത്രയാണ്? കേരളത്തിൽ 14 ജില്ലകളുണ്ടല്ലേ. കേരളത്തിൽ 14 ജില്ലകൾ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എന്താണ് 14 ജില്ലകളുണ്ട്. എന്നാൽ കേരളത്തിലെ പോലീസ് ജില്ലകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? അത് 14 അല്ല, അത് 20 ആണ്. എത്രയാണ്? 20 ആണ്. ഓക്കെ, കേരളത്തിലെ പോലീസ് ജില്ലകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? അത് 20 ആണ്. 20 ആണ്. എങ്ങനെയാണ് 20 ജില്ലകളെന്ന് ചോദിച്ചാൽ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വലിയ വലിയ ജില്ലകൾ അല്ലെങ്കിൽ ഒരുപാട് ജനസംഖ്യയുള്ള ജില്ലകൾ എന്താണ് വീണ്ടും പല പല ഡിവിഷനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പോലീസ് ഡിപ്പാർട്ട്മെന്റ് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണം നമ്മുടെ തിരുവനന്തപുരം ജില്ല എടുക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് റൂറൽ ഡിവിഷനും ഉണ്ട്, അതുപോലെ ട്രിവാൻഡ്രം സിറ്റി ഡിവിഷനും ഉണ്ട്. ഓക്കെ, കോഴിക്കോട് എടുക്കുന്ന സമയത്ത് എന്താണ് കോഴിക്കോട് റൂറലും ഉണ്ട്, അതുപോലെ തന്നെ കോഴിക്കോട് എന്താണ് സിറ്റി ഡിവിഷനും ഉണ്ട്. എറണാകുളത്ത് വരുന്ന സമയത്ത് കൊച്ചിൻ സിറ്റി പോലീസ് ഡിവിഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പല പല ഡിവിഷൻസ് വീണ്ടും വരാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എന്ത് തിരുവനന്തപുരത്തെ തിരുവനന്തപുരത്തല്ല ഈ പറയുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ പോലീസ് ജില്ലകളുടെ എണ്ണം എത്രയാവുന്നത്? 20 ആവുന്നത്. 20 ആണ്. എന്തിനാണ് 20 ആവുന്നതെന്ന് ചോദിച്ചാൽ പോലീസിന്റെ ഭരണ നിർവഹണം എന്താണ് കൃത്യമായ രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന പോലീസ് ജില്ലകളെ വീണ്ടുമായിട്ട് എന്ത് ചെയ്യുന്നത് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഈ പറയുന്ന 20 പ്രധാന ഡിവിഷൻസ് ആണ്. ഈ ഡിവിഷൻസിനെ പിന്നെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട് പല പല സബ് ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പോകണ്ട, ഇപ്പോൾ ഇത്രയും പഠിച്ചാൽ മതി. എന്താണ് കേരളത്തിലെ പോലീസ് ജില്ലകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 20 ആണ്. എത്രയാണ്? 20 ആണ്. ഓക്കെ, ഇവിടെ ഇനി അടുത്ത് പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോളണം. ഓക്കെ, നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് വർഷങ്ങളാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. പോലീസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കുറച്ച് വർഷങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ആദ്യത്തത് നമ്മുടെ കേരളത്തിലെ ഡോഗ് സ്ക്വാഡ് നിലവിൽ വന്ന വർഷം. നമുക്കറിയാമല്ലേ ഡോഗ് സ്ക്വാഡ്, അതായത് ഇതുപോലെ ബോംബാക്രമണം ഉണ്ടെന്നൊക്കെ പറയുന്ന സമയത്തും അതുപോലെ തന്നെ കള്ളന്മാരെ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്താണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിനോട് ഡോഗ് സ്ക്വാഡ് ഉള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സിനിമയിലെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ അങ്ങനെ ഒരു കാര്യം കണ്ടിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ അത്തരത്തിലൊരു കാര്യമാണ് ഈ പറയുന്ന ഡോഗ് സ്ക്വാഡ്. എന്താണ് ഡോഗ് സ്ക്വാഡ് നമ്മുടെ കേരള പോലീസിൽ നിലവിൽ വരുന്ന വർഷം ചോദിച്ചാൽ അത് 1959. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പറയുന്ന ഡോഗ് സ്ക്വാഡ്, എന്താണ് ഡോഗ് സ്ക്വാഡ് ആരംഭിക്കുന്ന വർഷം ചോദിച്ചാൽ 1959. 1959 ഡോഗ് സ്ക്വാഡ് ആരംഭിക്കുന്നത്. ഓക്കെ, ഇവിടെ അടുത്ത ചോദ്യം ഇതാണ്. PSC പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരിക്കും. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ എന്ന് ചോദിച്ചാലും ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ എന്ന് ചോദിച്ചാലും ഉത്തരം ഏതാണ്? അത് കോഴിക്കോട് പോലീസ് സ്റ്റേഷൻ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ എന്ന് ചോദിച്ചാലും കേരളത്തിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ് ഉത്തരം? അത് കോഴിക്കോട് പോലീസ് സ്റ്റേഷനാണ്. എന്താണ് കോഴിക്കോട് പോലീസ് സ്റ്റേഷനാണ്. ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. ഇന്ദിരാഗാന്ധിയാണ് ഈ കോഴിക്കോട് പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യുന്നത്. ഏത് വർഷമാണ് എന്ന് ചോദിച്ചാൽ 1973 ഒക്ടോബർ മാസം 27 ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാണ് വർഷമെങ്കിലും ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ എന്നാണ് 1973 ഒക്ടോബർ മാസം 27 എന്ത് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് 1973 ഒക്ടോബർ മാസം 27 സ്ഥലം വളരെ ഇമ്പോർട്ടൻ്റ്. എവിടെയാണ്? കോഴിക്കോടാണ്. ഉദ്ഘാടനം ചെയ്യുന്ന വ്യക്തി ഇന്ദിരാഗാന്ധിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഓക്കെ, ആദ്യത്തെ കേരള വനിതാ DGP എന്ന് ചോദിച്ചാലും കേരളത്തിലെ ആദ്യത്തെ IPS വനിതാ IPS ഓഫീസർ ആരെന്ന് ചോദിച്ചാലും ഉത്തരം ആര് തന്നെയാണ്? അത് R ശ്രീലേഖ. ആരാണ്? R ശ്രീലേഖയാണ്. രണ്ടാമത്തെ വനിതാ DGP, കേരളത്തിലെ രണ്ടാമത്തെ വനിതാ DGP ആരെന്ന് വെച്ചാൽ ആരാണ് ഉത്തരം? അത് B സന്ധ്യയാണ്. ആരാണ്? B സന്ധ്യയാണ് ഉത്തരം. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ IG അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ എന്താണ് ഇൻസ്പെക്ടർ ജനറൽ ആരെന്ന് വെച്ചാൽ ആരാണ് ഉത്തരം? അത് N ചന്ദ്രശേഖരൻ നായർ. ആരാണ്? N ചന്ദ്രശേഖരൻ നായർ ആണ്. ഓക്കെ, അടുത്ത് കേരളത്തിലെ പോലീസ് ജില്ലകളുടെ എണ്ണം എത്രയാണ്? 20 ആണ്. കേരളത്തിലെ പോലീസ് ജില്ലകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 20 ആണ്. ഓക്കെ, അടുത്ത് പ്രധാനപ്പെട്ട വർഷങ്ങളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏതാണ്?
കേരളത്തിലെ ആദ്യത്തെ ഡോഗ് സ്ക്വാഡ്. ഓക്കെ, കേരളത്തിൽ ഡോഗ് സ്ക്വാഡ് എന്ന് പറഞ്ഞൊരു സ്ക്വാഡ് ആരംഭിക്കുന്നത് 1959 1959. അടുത്ത് 1973 ഒക്ടോബർ മാസം 27-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് നിലയിൽ വരുന്നത്. ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആരാണ്? അത് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. ആരാണ്? ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോകാം. ഓക്കെ, അടുത്ത നമ്മളെ വർഷങ്ങളുടെ ബാക്കിയാണ്, പ്രധാനപ്പെട്ട വർഷങ്ങളുടെ ബാക്കിയാണ്. ഓക്കെ, അതിൽ ആദ്യത്തെ വർഷം നോക്കാം. ഓക്കെ, 1983 നവംബർ 14. പ്രത്യേകത എന്താണ്? 1983 നവംബർ 14 എന്താണ്? നമ്മുടെ പോലീസിന്റെ യൂണിഫോം എന്താണ്, ട്രൗസറിൽ നിന്നും പാൻ്റാക്കി മാറ്റിയ വർഷം ചോദിച്ചാൽ എന്താണ്? അതാണ് 1983 നവംബർ 14. അപ്പോൾ എന്താണ്ടാ, നമ്മുടെ പോലീസിന്റെ യൂണിഫോം ട്രൗസറിൽ നിന്നും പാൻ്റാക്കി മാറ്റിയ വർഷം ചോദിച്ചാൽ എന്ന് ഈ പറയുന്ന 1983 നവംബർ മാസം 14-ാം തീയതി. 1983 നവംബർ 14. നമ്മൾ പണ്ടത്തെ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ പോലീസിന്റെ യൂണിഫോം എങ്ങനെയാണ്? ഒരു ഷർട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് വലിയൊരു ട്രൗസർ കാണും, എന്നിട്ട് തലയിലേക്ക് കിരീടം പോലെ ഒരു തൊപ്പി കാണും അല്ലേ? അങ്ങനെയായിരുന്നു പഴയ യൂണിഫോം. അപ്പോൾ ആ യൂണിഫോം മാറ്റി, അതായത് ഈ പറയുന്ന ട്രൗസർ മാറ്റി പോലീസ് സേനയിലേക്ക് പാൻറ് വന്ന വർഷം ചോദിച്ചാൽ 1983 എന്നാണ് 83 നവംബർ മാസം 14-ാം തീയതി കേട്ടോ. 1983 നവംബർ മാസം 14-ാം തീയതിയാണ്. ഓക്കെ, അടുത്തത് ജനമൈത്രി പോലീസ്. ഓക്കെ, ഇന്നത്തെ പോലീസ് സ്റ്റേഷനുകളൊക്കെ എന്താണ്? ജനമൈത്രി അല്ലെങ്കിൽ ജനസൗഹൃദ പോലീസ് സ്റ്റേഷൻ എന്ന രീതിയിൽ ജനമൈത്രി പോലീസ് സ്റ്റേഷനാണ്. ഓക്കെ, ഈ ജനമൈത്രി പോലീസ് എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ച വർഷം ചോദിച്ചാൽ 2008 മാർച്ച് 26-നാണ്. ഓക്കെ, അപ്പോൾ ഈ ജനമൈത്രി പോലീസ് എന്ന് പറയുന്ന ആശയം എന്താണ് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ചോദിച്ചാൽ അത് 2008 മാർച്ച് മാസം 26-ാം തീയതിയാണ്. എവിടെയാണ്? തിരുവനന്തപുരത്താണ് ആരംഭിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ജനമൈത്രി എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് ആരംഭിക്കുന്നത് എവിടെയാണ്? അത് തിരുവനന്തപുരത്താണ്. എവിടെയാണ്? തിരുവനന്തപുരത്താണ്. 2008 മാർച്ച് 26 എന്നാണ്. 2008 മാർച്ച് 26-നാണ് ആരംഭിക്കുന്നത്. ഓക്കെ, അടുത്ത് 2010 ഓഗസ്റ്റ് 2. ഇമ്പോർട്ടൻ്റ് ഡേറ്റ് ആണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? 2010 ഓഗസ്റ്റ് 2. പ്രത്യേകത എന്താണ്? സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ്. നമുക്കറിയാലേ SPC, നമ്മുടെ സ്കൂളിലൊക്കെ ഉള്ളതാണ്. എന്താണ്? SPC. അപ്പോൾ ഈ പറയുന്ന SPC എന്ന് പറയുന്ന സമ്പ്രദായം കേരളത്തിൽ ആരംഭിക്കുന്ന വർഷം ചോദിച്ചാൽ 2010 ഓഗസ്റ്റ് 2. ഓക്കെ, SPC ആരംഭിക്കുന്ന വർഷം ചോദിച്ചാൽ 2010 ഓഗസ്റ്റ് 2. എന്താണ് SPCയുടെ പൂർണ്ണരൂപം? സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ്. എന്താണ്? സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ വർഷങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ പറഞ്ഞു നോക്കാം. ഓക്കെ, ആദ്യം പറഞ്ഞ വർഷം 1983 നവംബർ 14. എന്താണ്? പോലീസിന്റെ യൂണിഫോം ട്രൗസറിൽ നിന്നും പാൻ്റാക്കി മാറ്റി. ഓക്കെ, അപ്പോൾ അത് ആദ്യത്തെ പോയിന്റ്. അടുത്തത് 2008 മാർച്ച് 26-ന്റെ പ്രത്യേകത എന്താണ്? ജനമൈത്രി പോലീസ് അല്ലേ? ജനമൈത്രി പോലീസ് എന്ന് പറയുന്ന ആശയം നിലയിൽ വരുന്നു. ഓക്കെ, എന്ന് 2008 മാർച്ച് 26. എവിടെയാണ് ആ ആശയം അവതരിപ്പിക്കുന്നത്? തിരുവനന്തപുരത്താണ്. എവിടെയാണ്? തിരുവനന്തപുരത്താണ് ആ ഒരു ആശയം അവതരിപ്പിക്കുന്നത്. ഓക്കെ, അടുത്ത് 2010 ഓഗസ്റ്റ് 2 എന്നാണ്. 2010 ഓഗസ്റ്റ് 2. പ്രത്യേകത എന്താണ്? ഈ പറഞ്ഞ SPC അല്ലെങ്കിൽ എന്താണ് സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ്. എന്താണ്? സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ് എന്ന് പറയുന്ന സമ്പ്രദായം ആരംഭിക്കുന്നത് ഈ വർഷമാണ്. ഓർത്തോണം. നമുക്ക് ഇപ്പോൾ വർഷങ്ങളൊക്കെ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോകാം. അടുത്ത് നമുക്ക് ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനും കുറച്ച് പ്രധാന പോലീസ് സ്റ്റേഷനുകളാണ് എന്ത് ചെയ്യാനായിട്ടുള്ളത്, നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് പ്രീവിയസ് ആയിട്ട് എന്താണ് PSC എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യനൊക്കെ വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യും ഈ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി. ഓക്കെ, ആദ്യത്തത് ഒന്നാമത്തത് എന്താണ്? സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് മ്യൂസിയം. ഓക്കെ, എവിടെ സ്ഥിതി ചെയ്യുന്നു? കൊല്ലത്ത് സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് മ്യൂസിയം എവിടെയാണെന്ന് ചോദിച്ചാൽ കൊല്ലത്താണ്. അങ്ങനെയെങ്കിൽ PSC ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ഒരു ചോദ്യമായിരുന്നു. എന്താണ്? പട്ടേലിന്റെ പ്രതിമ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പേരിലുള്ള പോലീസ് മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നു? കൊല്ലത്ത്. വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ആ കൊല്ലത്തുള്ള പോലീസ് മ്യൂസിയം ആരുടെ പേരിലാണ് നാമകരണം ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ആരുടെ പേരിലാണ്? അത് ഈ പറയുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ പേരിലാണെന്ന് ഓർത്തുകൊള്ളണം. ഓക്കെ, അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ എന്താണ്? കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ. ഓക്കെ, എവിടെ സ്ഥിതി ചെയ്യുന്നു? നീണ്ടകര. ഓക്കെ, നീണ്ടകരയിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ എവിടെ സ്ഥിതി ചെയ്യുമെന്ന് ചോദിച്ചാൽ അത് നീണ്ടകരയിലാണ്. നീണ്ടകരയിലാണ് കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ. ഓക്കെ, അടുത്ത്
ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷൻ. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മട്ടാഞ്ചേരിയിലാണ്. ഓക്കെ, മട്ടാഞ്ചേരിയിലാണ്. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മട്ടാഞ്ചേരിയിലാണ്. എവിടെയാണ്? മട്ടാഞ്ചേരിയിലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ. ഓക്കെ, ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ. അങ്ങനെയാകുമ്പോൾ ഓർക്കാൻ പാടുന്നില്ല, ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾ മനസ്സിൽ വന്നാൽ മതി. ഏതാണ്? ഗുരുവായൂർ. ഒരു മൂന്നാളിൻ്റെ മനസ്സിൽ ആദ്യം വരൂ. ഓക്കെ, അതിലൊന്നാണ് ഏത്? ഗുരുവായൂർ. ഓക്കെ, ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ ചോദിച്ചാൽ അത് ഗുരുവായൂർ പോലീസ് സ്റ്റേഷനാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൺഫ്യൂഷൻ വരുന്ന സാധനമാണ് കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ. അങ്ങനെ തന്നെ പഠിച്ചു വേണം, കാരണം ഇനി സ്മാർട്ടും കമ്പ്യൂട്ടറൈസ്ഡ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ. ഓക്കെ, നമ്മൾ സൈബർ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, സൈബർ പോലീസ് സ്റ്റേഷൻ ചോദിച്ചാൽ എവിടെയാണ്? അത് പട്ടത്താണ്. എവിടെയാണ്? പട്ടം, തിരുവനന്തപുരം. എന്താണ് കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ ചോദിച്ചാൽ അത് പട്ടം, തിരുവനന്തപുരം. ഈ പട്ടത്ത് മറ്റ് രണ്ട് പ്രധാനപ്പെട്ട ആസ്ഥാനങ്ങൾ, രണ്ടല്ല ഒരുപാടുണ്ട്, പ്രധാനപ്പെട്ട രണ്ട് ആസ്ഥാനങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് നമ്മുടെ PSCയുടെ തന്നെ ആസ്ഥാനം അല്ലേ, പട്ടം തുളസി ഹിൽസിലാണ് എന്ത് ഈ പറയുന്ന കേരള PSCയുടെ ആസ്ഥാനം വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കേരള വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഈ പറയുന്ന പട്ടത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് എന്ത് വന്നത്? ഈ പറയുന്ന കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ, കേരളത്തിലെ രണ്ടാമത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ ചോദിച്ചാൽ അത് കൊച്ചിയിലാണ്. ഓക്കെ, കേരളത്തിലെ രണ്ടാമത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ ചോദിച്ചാൽ എവിടെയാണ്? അത് കൊച്ചിയിലാണ്. ഓക്കെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്നും കൂടെ പറഞ്ഞുതരാം, എളുപ്പമാണ് പഠിക്കാൻ. ഓക്കെ, സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നു? കൊല്ലത്ത് സ്ഥിതി ചെയ്യുന്നു. ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? അത് നീണ്ടകരയിലാണ്. ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? അത് മട്ടാഞ്ചേരിയിലാണ്. ആദ്യത്തെ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? അത് ഗുരുവായൂരിലാണ്. ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ പട്ടം. രണ്ടാമത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ ചോദിച്ചാൽ എവിടെയാണ്? അത് കൊച്ചിയിലാണ്. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോവാം. ഓക്കെ, എടാ ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞത് സൈബർ പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് പോലീസ് സ്റ്റേഷൻ എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണ്? അത് പേരൂർക്കടയാണ്. എവിടെയാണ്? പേരൂർക്കട, തിരുവനന്തപുരം. അപ്പോൾ എന്താണ് കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് പോലീസ് സ്റ്റേഷൻ എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണ്? അത് പേരൂർക്കടയിലാണ്. എവിടെയാണ്? പേരൂർക്കടയിലാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പോലീസ് സ്റ്റേഷൻ, മേളിൽ പറഞ്ഞത് കമ്പ്യൂട്ടറൈസ്ഡ് ആണെങ്കിൽ അതിന് മുൻപ് പറഞ്ഞത് സൈബർ ആണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പോലീസ് സ്റ്റേഷൻ ചോദിച്ചാൽ അത് നഗരൂർ പോലീസ് സ്റ്റേഷനാണ്. ഏതാണ്? അത് നഗരൂർ പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ എന്താണ് കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പോലീസ് സ്റ്റേഷൻ ചോദിച്ചാൽ എവിടെയാണ്? അത് നഗരൂറാണ്. ഡിജിറ്റൽ ചോദിച്ചാൽ നഗരൂർ പോലീസ് സ്റ്റേഷനാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ ചോദിച്ചാൽ അത് കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷൻ. ഞാൻ പറഞ്ഞു കോഴിക്കോട് എന്താണ്, നമുക്ക് ടൗൺ ഡിവിഷനും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, നമുക്ക് റൂറൽ ഡിവിഷനും ഉണ്ടെന്നല്ലേ. അപ്പോൾ കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷനാണ് എന്ത് കേരളത്തിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ. ഇത് ആ ഡിവിഷൻ അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നതാണ്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ ചോദിച്ചാൽ കോഴിക്കോട് പോലീസ് സ്റ്റേഷൻ. ഒരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, എന്താണ്? കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? അത് കോഴിക്കോട് പോലീസ് സ്റ്റേഷൻ. അതും കോഴിക്കോട് തന്നെയാണ്. ഓക്കെ, അടുത്ത് കേരള പോലീസ് അക്കാഡമി. എന്താണ് കേരള പോലീസ് അക്കാഡമി എവിടെ സ്ഥിതി എന്ന് ചോദിച്ചാൽ അത് രാമവർമ്മപുരം, തൃശ്ശൂർ. എവിടെയാണ്? രാമവർമ്മപുരം, തൃശ്ശൂർ. അതായത് നിങ്ങൾ CPയുടെ ഫിസിക്കലൊക്കെ പാസ്സായിട്ട് നിങ്ങൾ ട്രെയിനിങ്ങിന് വേണ്ടി വിടുന്ന സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? അത് ഈ പറയുന്ന രാമവർമ്മപുരം, തൃശ്ശൂരിലേക്കാണ്. എന്താണ്? രാമവർമ്മപുരം, തൃശ്ശൂരിലേക്കാണ് കേട്ടോ. രാമവർമ്മപുരം, തൃശ്ശൂരിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഒന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ അത് പോലീസ് ട്രെയിനിങ് കോളേജാണ്. എന്താണ്? പോലീസ് ട്രെയിനിങ് കോളേജ് ചോദിച്ചാൽ തിരുവനന്തപുരവും, പോലീസ് അക്കാഡമി ചോദിച്ചാൽ എവിടെയാണ്? അത് രാമവർമ്മപുരം, തൃശ്ശൂരാണ്. എവിടെയാണ്? അത് രാമവർമ്മപുരം, തൃശ്ശൂരാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ. ഓക്കെ, വീണ്ടും അടുത്തത് വന്നു. കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ ചോദിച്ചാൽ തമ്പാനൂർ. കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ ചോദിച്ചാൽ തമ്പാനൂർ. പിന്നെ ഒരു കാര്യം, ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് ഫിസിക്കലിൻ്റെ കേസ് പറഞ്ഞില്ലേ, അത് ഞാൻ ഐറ്റംസ് പറഞ്ഞത് ബോയ്സിൻ്റെ ഐറ്റംസ് ആണ്. ഗേൾസിന് എന്ത് ചെയ്തിട്ടുണ്ട്? ഗേൾസിന് ആ ഐറ്റംസ് വ്യത്യാസമാണ്. ഗേൾസിന് വരുന്നത് ഇതുപോലെ വരുന്ന കോക്ക് റേസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബോൾ ത്രോ വരുന്നുണ്ട്, നിങ്ങൾക്ക് ഹൈ ജമ്പ് വരുന്നുണ്ട്,
പിന്നെ സ്കിപ്പിംഗ്, ഇങ്ങനെയുള്ള ഐറ്റംസാണ് ഗേൾസിന് വരുന്നത് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ ഐറ്റംസ് ആർക്കുള്ളതാണ്? ബോയ്സിനുള്ള ഐറ്റംസ് ആണ് കേട്ടോ, ബോയ്സിനുള്ള ഐറ്റംസ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ വരുന്നത് ഇതാക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതെന്തോ ഒന്ന് ഓർത്തതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഈ അവസാനം പറഞ്ഞ ഇത്തരം പോയിന്റ് എന്ത് ചെയ്യാം, ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, കേരളത്തിൽ ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് പോലീസ് സ്റ്റേഷൻ, കമ്പ്യൂട്ടർ വൽകൃത പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? അത് പേരൂർക്കട തിരുവനന്തപുരം. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഡിജിറ്റൽ പോലീസ് സ്റ്റേഷൻ ചോദിച്ചാൽ അത് നഗരൂറാണ്. എവിടെയാണ്? അത് നഗരൂറാണ്. എന്നാൽ കേരളത്തിൽ ആദ്യത്തെ ISO സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ എന്താണ്? ISO സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ ചോദിച്ചാൽ അത് കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷനാണ്. എവിടെയാണ്? കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷനാണ്. അങ്ങനെയാണെങ്കിൽ കേരള പോലീസ് അക്കാദമി എവിടെയാണെന്ന് ചോദിച്ചാൽ രാമവർമ്മപുരം തൃശ്ശൂർ. എവിടെയാണ്? രാമവർമ്മപുരം തൃശ്ശൂരാണ്. അങ്ങനെയാണെങ്കിൽ പോലീസ് ട്രെയിനിങ് കോളേജ്, കേരള പോലീസിന്റെ ട്രെയിനിങ് കോളേജ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരത്താണ്. ട്രെയിനിങ് കോളേജ് തിരുവനന്തപുരത്താണ്. ആദ്യത്തെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണ്? അത് തമ്പാനൂരാണ്. എവിടെയാണ് സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ ചോദിച്ചാൽ തമ്പാനൂരാണ്. ഓക്കെ, അപ്പോൾ പോലീസും നമ്മുടെ എന്താണ് ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റും, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും PSCയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് പറഞ്ഞത്. അതായത് PSC എക്സാമിന് കാലാകാലങ്ങളായിട്ട് എന്താണ് ചോദിച്ചിട്ടുള്ള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു സെക്ഷനിൽ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ പഠിച്ചിട്ടുള്ളത്. സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമല്ല, പോലീസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളും എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് കംപ്ലീറ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യനൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് റെയർ ആയിട്ടുള്ള പോയിന്റുകൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കിട്ടും. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഒരു CPO എക്സാമിന് എന്താണ് ചോദിക്കാൻ വളരെ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ആർക്കും കിട്ടാത്തൊരു പോയിന്റ് കിട്ടിയാൽ എന്താണ്, അത് നമുക്കൊരു റാങ്ക് മേക്കിംഗ് ഫാക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് എഴുതി പഠിക്കുകയോ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുകയോ ചെയ്യുക. ഇത് പഠിച്ചതിന് ശേഷം എന്താണ് നമുക്ക് നമ്മുടെ അടുത്ത ഭാഗത്തേക്ക് പോകാം. എന്താണ് അടുത്ത് നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഭാഗം കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷൻ എന്താണ്, നമ്മുടെ ബേസിക് ഫാക്ട്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ബേസിക് GK പഠിക്കാൻ വേണ്ടി എന്താണ് നമ്മൾ ഉപയോഗിച്ചതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോ കാണാം. മാറുന്ന PSC പഠന രീതികളെ ഭയക്കുന്നവരാണോ നിങ്ങൾ? എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം എന്ന ആശങ്കയിലാണോ? ടെൻഷൻ വേണ്ട, ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം. വെറും 3 മാസത്തെ കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടിയ ചിട്ടയായ പഠനത്തിലൂടെ ഒരു സർക്കാർ ജോലി എന്ന സ്വപ്ന സാക്ഷാത്കാരം നേടിയെടുക്കാം മാസ്റ്റർ മൈൻഡ് PSC മൊബൈൽ ആപ്പിലൂടെ. ഇനിയും വൈകിട്ടില്ല, പക്ഷേ ഇനി കാത്തിരിക്കാൻ സമയമില്ല. ഡൗൺലോഡ് മാസ്റ്റർ മൈൻഡ് PSC മൊബൈൽ ആപ്പ് ആൻഡ് സ്റ്റാർട്ട് ലേണിംഗ്.